ശ്രീ ആർ വി ബാബു, പരമോന്നത നീതിപീഠം വ്യക്തമാക്കിയിരിക്കുകയാണ് ആചാരങ്ങൾ അതേപടി തുടരേണ്ടതായിരുന്നു എന്ന്. ഇത് ശക്തമായ ഒരു നിർദ്ദേശമാണ് സത്യത്തിൽ സുപ്രീം കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടായിരിക്കും. ഇനി വാദം നടക്കേണ്ടിയിരിക്കുന്നു, പക്ഷേ എങ്കിൽ പോലും ഇത് വ്യക്തമാണ് കോടതി എന്താണ് ഉദ്ദേശിച്ചത് എന്നുള്ളത്. ഭക്തർക്ക് ഈ ഏകാദശി നാളിൽ കിട്ടിയ വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു കാര്യം കൂടിയാണ് കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത്. തീർച്ചയായും ഗുരുവായൂർ ഏകാദശിയാണെന്ന്. ഗുരുവായൂർ ഏകാദശി നാളിൽ തന്നെ ഇത്തരത്തിൽ സുപ്രീം കോടതിയുടെ ഇന്ത്യയുടെ പരമോന്നത നീതിന്യായ പീഠം ഭക്തർക്ക് അനുകൂലമായ, വിശ്വാസത്തിന് അനുകൂലമായിട്ടുള്ള ഒരു അഭിപ്രായ പ്രകടനമെങ്കിലും നടത്തി എന്നുള്ളത് വളരെ വലിയൊരു കാര്യം തന്നെയാണ്. വളരെ വലിയൊരു ഊർജമാണ് ഭക്തന്മാർക്ക് കിട്ടുക. ആ കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. ഇവിടെ കേരള ഹൈക്കോടതി ഈ ഗുരുവായൂർ ദേവസ്വത്തിന്റെ ഏകാദശിയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ എടുത്ത നിലപാട് വിശ്വാസത്തിന് അനുസൃതമായിരുന്നു എന്നൊരു അഭിപ്രായം ഞങ്ങൾക്കില്ല. ആചാരങ്ങളെ സംബന്ധിച്ചിടത്തോളം അന്തിമമായി തീരുമാനമെടുക്കുന്നത് തന്ത്രിയാണെങ്കിലും തന്ത്രിയാണ് തീരുമാനത്തിലേക്ക് എത്തേണ്ടത് അതിനനുസൃതമായ ദേവഹിതത്തിനനുസൃതമായിട്ടായിരിക്കണം, അടിസ്ഥാനത്തിലായിരിക്കണം എന്നുള്ളതാണ് പൊതുവെ ഉള്ള കീഴ്വഴക്കം. ആ കീഴ്വഴക്കം ലംഘിച്ചുകൊണ്ടാണ് ഗുരുവായൂർ തന്ത്രി ഏകപക്ഷീയമായിട്ട് ഒരു ദേവഹിതത്തെ സംബന്ധിച്ചിടത്തോളം തെറ്റിദ്ധരിപ്പിക്കുന്ന തരത്തിൽ ദേവഹിതം നോക്കി എന്ന് പൊതുസമൂഹത്തെ ബോധിപ്പിക്കുന്ന തരത്തിൽ ആണ് അത്തരത്തിലൊരു നിലപാടെടുത്തത്. തന്ത്രിയുടെ നിലപാട് ഭരണസമിതിയുടെ താല്പര്യത്തിന് സംരക്ഷിക്കാൻ വേണ്ടി മാത്രമായിരുന്നു. ഭരണസമിതിയുടെ രാഷ്ട്രീയമായ ഒട്ടനവധി താല്പര്യങ്ങൾക്ക് അനുസൃതമായി ഗുരുവായൂർ തന്ത്രി പ്രവർത്തിക്കുന്നു എന്ന ആക്ഷേപം പൊതുവെയുണ്ട്. അപ്പോ അതിനോട് ചേർന്ന് നിൽക്കുന്ന ഒരു അഭിപ്രായമാണ് ഗുരുവായൂർ തന്ത്രി ഈ വിഷയത്തിൽ എടുത്തത് എന്നുള്ളതാണ് നമ്മളെയൊക്കെ ബുദ്ധിമുട്ടിക്കുന്ന കാര്യം. തന്ത്രി ബഹുമാന്യനായ ഒരു വ്യക്തിയാണ്. വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം തന്ത്രിയുടെ വാക്കുകൾക്ക് വലിയ വിലയുണ്ട്. എന്നാൽ തന്ത്രിയുടെ അത്തരം വാക്കുകൾ ഉപയോഗിക്കേണ്ടത്, അല്ലെങ്കിൽ തന്ത്രിയുടെ അഭിപ്രായം ആചാരാനുസൃതമായിരിക്കണം, വിശ്വാസത്തിനനുസൃതമായിരിക്കണം. അത് ഏതെങ്കിലും രാഷ്ട്രീയ പ്രസ്ഥാനത്തെ സന്തോഷിപ്പിക്കാനോ സുഖിപ്പിക്കാനോ വേണ്ടിയുള്ളതാവരുത്. പക്ഷേ ഇവിടെ നിർഭാഗ്യവശാൽ ഗുരുവായൂർ തന്ത്രി അത്തരത്തിലുള്ളൊരു നിലപാടെടുത്തു എന്നുള്ളത് അങ്ങേയറ്റം വേദനിപ്പിക്കുന്നതാണ്. ഗുരുവായൂർ തന്ത്രിയോടുള്ള എല്ലാ ബഹുമാനവും നിലനിർത്തിക്കൊണ്ട് തന്നെ പറയട്ടെ, ഗുരുവായൂർ തന്ത്രിയുടെ ആ നിലപാട് തീർത്തും തെറ്റായിരുന്നു. ഇപ്പൊ സുപ്രീം കോടതി ഈ നിലയ്ക്കൊരു അഭിപ്രായം പറഞ്ഞത് വളരെ വലിയ ആശ്വാസം ഭക്തജനങ്ങൾക്കുണ്ടാകും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഈ വർഷം ഏകാദശിയോടനുബന്ധിച്ച് നടക്കേണ്ട ഉദയാസ്തമന പൂജ നടത്താതിരുന്നത് വലിയ തോതിലുള്ള ഒരു ആചാര ലംഘനം തന്നെയാണ്. ദേവസ്വം ഭരണസമിതി വലിയൊരു തെറ്റായിട്ടുള്ള കാര്യമാണ് നടപ്പിലാക്കിയിട്ടുള്ളത്. സുപ്രീം കോടതിയോട് ദേവസ്വത്തിന് മറുപടികൾ നൽകേണ്ടി വരും. സുപ്രീം കോടതി ഭക്തന്മാർക്കും വിശ്വാസത്തിനും അനുസൃതമായ ഒരു ഉത്തരവ് സുപ്രീം കോടതിയിൽ നിന്നുണ്ടാകും എന്ന പ്രതീക്ഷ തന്നെയാണ് ഈ സമയത്ത് ഞങ്ങൾക്കുള്ളത്. ശ്രീ ആർ വി ബാബു, ഇതിപ്പോൾ ഉദയാസ്തമന പൂജ സംബന്ധിച്ച ഹർജി പരിഗണിക്കുമ്പോൾ കോടതി ഇടപെട്ട് പറഞ്ഞ വാക്കുകളാണ്. അന്തിമ വിധിന്യായം വരാനിരിക്കുന്നു. അത് മാറ്റിവെച്ചാൽ പരമോന്നത നീതിപീഠം പറയുന്ന ഓരോ വാക്കും വളരെ പ്രാധാന്യമുള്ളതാണ്. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ഈ ആചാരങ്ങൾ അതേപടി തുടരേണ്ടതായിരുന്നു എന്ന് പറയുന്നത്. അത് ഗുരുവായൂരിലെ ഈ ഉദയാസ്തമന പൂജയിൽ മാത്രമല്ല, സുപ്രീം കോടതിയുടെ ഈ വാക്കുകൾ ഒരു റഫറൻസായി പല കേസുകളിലും സ്വീകരിക്കാവുന്നതല്ലേ? അല്ല, ഇത് വാക്കാലുള്ള ഒരു പരാമർശമാണ്. അതുകൊണ്ട് റെഫറൻസ് ആയിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. കാരണം അത് ജഡ്ജ്മെന്റിന്റെ ഭാഗമായിട്ട് വരുമ്പോൾ മാത്രമാണ് അത് റെഫറൻസ് ആയിട്ട് ഉപയോഗിക്കുക. ഇപ്പോ ജഡ്ജ്മെന്റിൽ അത് ഉൾക്കൊള്ളുമോ എന്നുള്ളത് നോക്കണം. ഇപ്പോ ആചാരങ്ങൾ മാറ്റാൻ പറ്റാത്തതാണ് എന്ന അഭിപ്രായമൊന്നും ഹിന്ദു സംഘടനകൾക്കുള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല. ആചാരങ്ങൾ മാറ്റാം. പല ആചാരങ്ങളും നമ്മുടെ സമൂഹത്തിൽ മാറ്റിയിട്ടുണ്ട്. പക്ഷേ അത് ആരാണ് മാറ്റേണ്ടത്? കോടതിയാണോ, ദേവസ്വം ബോർഡാണോ, അല്ലെങ്കിൽ പോലീസാണോ, സർക്കാരാണോ? അല്ല, അതിന് അതിൻ്റെതായിട്ടുള്ള ബോഡിയുണ്ട്. ആ ബോഡി ആരാണ് എന്നുള്ളത് ഇതിനു മുൻപ് ഇത്തരം ആചാരങ്ങൾ മാറ്റിയ സമയത്ത് തീരുമാനിച്ചിട്ടുണ്ട്. ആ ബോഡിയാണ് തീരുമാനമെടുത്തുള്ളത്. അതിന് ധർമാചാര്യന്മാരുടെ സഭയുണ്ട്, തന്ത്രിമാരുണ്ട്. ഇവരെല്ലാം ഒരുമിച്ചിരുന്ന് ദേവഹിതം നോക്കിയിട്ട് വേണം അതാത് സ്ഥലങ്ങളിൽ അതാത് ക്ഷേത്രത്തിന്റെ പ്രതിഷ്ഠയ്ക്കനുസൃതമായി രൂപപ്പെട്ടു വന്ന ആചാരങ്ങൾ മാറ്റാനായിട്ട്. അപ്പോ ആചാരങ്ങൾ മാറ്റാൻ പറ്റാത്തതാണ് എന്ന അഭിപ്രായം നമുക്കില്ല. ആചാരങ്ങൾ മാറ്റാം, പക്ഷേ അതിന് വ്യക്തമായ ദേവഹിതം നോക്കണം. അഭിജ്ഞന്മാരായിട്ടുള്ള അല്ലെങ്കിൽ തന്ത്രിമുഖ്യന്മാരായിട്ടുള്ള ആചാര്യന്മാരുടെ അഭിമതം നോക്കണം. അപ്പോ ഇതെല്ലാം പരിശോധിച്ചിട്ടും മാത്രമേ ഒരു ക്ഷേത്രത്തിലെ പ്രതിഷ്ഠയോട് ബന്ധപ്പെട്ടുള്ള ആചാരങ്ങളെയും തൊടാൻ പാടുള്ളൂ എന്നുള്ളതാണ് സുപ്രീം കോടതി ഉദ്ദേശിച്ചിട്ടുണ്ടാവുക എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം സുപ്രീം കോടതി തന്നെ നിരവധി ആചാരങ്ങളിൽ മാറ്റം വരുത്തിയിട്ടുണ്ടല്ലോ. അപ്പോ സുപ്രീം കോടതി പറയുന്നത്, ഇപ്പൊ നമുക്കിപ്പോ ശബരിമല ഉൾപ്പെടെയുള്ള കാര്യത്തിൽ പോലും നമ്മളെ നിലപാടെന്താണ്? കോടതിയോ പോലീസോ അല്ല ഇത്തരം കാര്യങ്ങളിൽ നിലപാടെടുക്കേണ്ടത്.
നിലപാടെടുക്കാൻ ഉത്തരവാദിത്തപ്പെട്ടവര് അത് ഇവിടുത്തെ ധർമാചാര്യന്മാരാണ്, സന്യാസിമാരാണ്, ധർമ്മഗുരുക്കന്മാരാണ്. അവരൊരുമിച്ചിരുന്ന് ചർച്ച ചെയ്ത് ദേവഹിതം അനുസരിച്ചിട്ട് വേണം ഈ കാര്യങ്ങളിൽ നിലപാട് പറയാൻ. അല്ലാതെ കോടതിയോ പോലീസോ സർക്കാരോ ഒന്നും ഇക്കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കാൻ പാടില്ല എന്നുള്ള നിലപാടാണ് നമ്മുടേത്. ആ നിലപാടിൽ മാറ്റമില്ല. അപ്പൊ അതുകൊണ്ട് സുപ്രീം കോടതിയുടെ ഈ വാക്ക് റഫറൻസ് ആയിട്ട് ഉപയോഗിക്കണമെങ്കിൽ അത് ജഡ്ജ്മെന്റിന്റെ ഭാഗമായിട്ട് വരണം. അതല്ലാത്തടത്തോളം റഫറൻസ് അല്ല. ഓക്കെ, വ്യക്തമാണ്.